അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ വന്നിരിക്കുന്നത് യൂട്യൂബിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കണല്ലേ പ്രണവിൻ്റെ കഥകളൊക്കെ. സത്യാവസ്ഥ ആരും ഒന്നും മനസ്സിലാക്കാണ്ടാണ് ഓരോ കഥകൾ പുറത്തെടുക്കുന്നത്. നമ്മളെല്ലാവരും കണ്ടതാണല്ലോ ഓരോ വീഡിയോസൊക്കെ. നല്ല സൗഹൃദത്തിലും നല്ല സ്നേഹത്തിലും ഉള്ള ഒരു ഫാമിലി ആയിരുന്നു അത്. എല്ലാവരും കണ്ണുവെച്ചൊരു ഫാമിലി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒക്കെ തകിടം മറിഞ്ഞ് നിൽക്കുകയാണ്. എല്ലാവർക്കും ഡൗട്ടായി എന്താ സംഭവിച്ചതെന്ന് അറിയായിട്ട്. അപ്പോൾ ഇപ്പോൾ ക്ലാരിറ്റിയുള്ള സത്യാവസ്ഥയുള്ള ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അച്ഛനും ഇളയ മോനും തന്ന സമ്മാനം രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചത്. രണ്ടുപേരോട് പിടിച്ചു വെച്ച് അടിച്ചതാ. മാലയും പൊട്ടി ഇറങ്ങിപ്പോ പറഞ്ഞില്ലേ, ഉണ്ടാക്കിയിട്ടതെല്ലാം നാടും മാനം ഉണ്ടെങ്കിൽ ആദ്യത്തിന് എല്ലാ പ്രശ്നം എന്റെ പ്ലാനിങ് ആയിരുന്നെന്നും എനിക്ക് അറിഞ്ഞപ്പോൾ എന്തൊക്കെ പറഞ്ഞ കൊച്ചു പിടിച്ച് എന്റെ കഥവ് ഇവിടെ പിടിച്ചുകൊണ്ടിരുന്നപ്പോ മാറും പറഞ്ഞവർ രണ്ടടി. വീഡിയോ കണ്ടപ്പോൾ സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുമല്ലോ. ഒരു ഗർഭിണിയാണ് അടിച്ചത്, അതുപോലെ അനിയനെ ഏട്ടനാണ് അടിച്ചിട്ടത്. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ മനസ്സിലായി വിചാരിക്കുന്നു. ഈ പ്രവീണും പ്രണവിനെ അടിച്ചു വരുന്ന ആരും മനസ്സിൽ കരുതല്ല. പക്ഷെ ആ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ മനസ്സിലായി എത്രത്തോളം ആ പെൺകുട്ടി കഷ്ടപ്പെട്ടു നിന്ന്. സ്വന്തം അച്ഛനാണല്ലോ എടുത്ത് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ വീടാന്നൊക്കെ ചോദിക്കുന്നത്. അപ്പം ഇതൊന്നും ശരിയായ കാര്യമല്ല. മൃദുല വീണിട്ട് മൃദുലയ്ക്ക് അപ്പം തുടങ്ങിയ വയറ്റുവേദനയാണ്. അന്ന് തൊട്ട് തുടങ്ങിയ വയറ്റുവേദനയാണ്. ഇത് നടന്നതിന്റെ 4-ന്റെ അന്നാണ് മൃദുലയ്ക്ക് വാട്ടർ ബ്രേക്ക് ആവുന്നത്. എനിക്ക് എന്നിട്ട് ഞാൻ അടി നിർത്തിക്കോട്ടെ എന്നുള്ള പറഞ്ഞ രീതിയിൽ ഞാൻ ഏട്ടനെ പിടിച്ച് അത് അടഞ്ഞു നിർത്തുന്നുണ്ട്. അവർക്ക് അടിക്കാതിരിക്കുന്നില്ല. കുറെ അടി മുതുകത്തൊക്കെ അവിടെ ഇവിടെയും കുറെ കിട്ടി. കാരണം അറിയാലോ ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ഉറക്കെ വിളിക്കുകയാണ്, അയ്യോ എന്റെ വയറ് കഴിഞ്ഞു. കാരണം അത് കേട്ടിട്ടെങ്കിലും ആരെങ്കിലും ഒന്ന് നിർത്തട്ടെ. രണ്ടുപേരും അടിക്കല്ലാതെ. എന്നിട്ട് ഞാൻ വീട് കിടന്നിട്ട് എന്റെ തൊട്ടടുത്താണ് അമ്മ നിൽക്കുന്നത്. എന്നാ ഒരു കൈ കൊണ്ടൊന്ന് താങ്ങോ, ഒന്ന് പിടിക്കോ. ഈ വീണിട്ട് പോലും മനസ്സാക്ഷിയില്ലാതെ എന്നിട്ട് കുറച്ചും കൂടി ക്ലിപ്പ് കണ്ടു നോക്കാം. ഇതൊക്കെ സംഭവിച്ചിട്ടും അവിടെ അച്ഛനും അമ്മയും സപ്പോർട്ട് നിന്നില്ല. ഒരു 3 ഒന്നായി ആ ഗർഭിണിയാണ് അടിച്ച് താഴ്ത്തിട്ടത്. ഒരിക്കലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. അത്ര സ്നേഹത്തിൽ നിന്ന ആൾക്കാരാണ്. ഇവരെ പോകാണ്ട് നിൽക്കണമാണ്. എന്താ വെച്ചാൽ ഒക്കെ എല്ലാം ആ വീടാണ്, സ്വന്തം വീട് പോലെ തന്നെയാണ് അവിടെ. ഒരിക്കലും നമ്മൾ കയറി വന്ന മരുമക്കളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എല്ലാ മക്കളും നമ്മൾ ഒരുപോലെ ഒരു കണ്ണിൽ കാണാണ്. ഇനിയുള്ള അമ്മമാർക്കും അച്ഛന്മാർക്കും ഇതൊരു പാഠമാവട്ടെ.